ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭയിൽ നിന്ന് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഈശോ ദേവാലയ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് അവിടെ ഇരുന്ന് ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നവരെ ശ്രദ്ധിച്ചു. പല ധനവാന്മാർ വലിയ തുകകൾ ഇടുമ്പോൾ ദരിദ്രയായൊരു വിധവ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇടുന്നു. ഈശോ ആ ദരിദ്ര വിധവയുടെ നിക്ഷേപത്തെ പുകഴ്ത്തുന്നു. അവൾ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ഈശോ ഇതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നത്. അതിനർത്ഥം ഭണ്ഡാരത്തിൽ ആരൊക്കെ എന്തൊക്കെ ഇടുന്നു എന്നുള്ളത് ഈശോയും ശിഷ്യന്മാരും അവിടെയുള്ളവരും കാണുന്നുണ്ട് എന്നതാണ്. ആ വിധവ എല്ലാവരും തന്നെ കാണുന്നുണ്ട്. താനിട്ട വില കുറഞ്ഞ നിക്ഷേപത്തിൻ്റെ പേരിൽ വിമർശിക്കപ്പെടാം എന്നറിഞ്ഞിട്ടും ധൈര്യപൂർവ്വം വില കുറഞ്ഞ ചെമ്പുതുട്ടുകൾ സമർപ്പിക്കുന്നു. തന്നെ മറ്റുള്ളവർ കാണും, അവരെന്ത് കരുതും എന്ന് ചിന്തിക്കാതെയാണ് അവൾ ആ സൽപ്രവൃത്തിക്ക് മുതിരുന്നത്. മറ്റുള്ളവർ എന്തു കരുതും, ചെയ്യുന്നത് തെറ്റാണോ, ചീത്തപ്പേര് കേൾക്കുമോ എന്ന് ചിന്തിക്കാതെ ദൈവിക നന്മയിൽ ഏർപ്പെടുന്നവരാണ് ബൈബിളിൽ പ്രശംസിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും. കുരിശിൻ്റെ വഴിയിലെ വേറോനിക്കയെ ഓർക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതാതെ അവർ പട്ടാളക്കാർക്കിടയിലൂടെ വന്ന് ഈശോയുടെ മുഖം തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. 300 ദനാറയ്ക്ക് വിൽക്കാമായിരുന്ന പരിമള തൈലം മറിയം എല്ലാവരും കാണുകെ ഈശോയുടെ കാൽക്കൽ ഉടയ്ക്കുന്നു. സകലരുടെയും മുൻപിൽ വെച്ചാണ് പാപിനിയായ മറിയം ഈശോയുടെ പാദം കണ്ണീരുകൊണ്ട് കഴുകുന്നതും തലമുടി കൊണ്ട് തുടയ്ക്കുന്നതും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി നന്മ ചെയ്യുവാനുള്ള ചെറുതും വലുതുമായ എത്രയോ അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തി. മനഃശാസ്ത്രം പറയുന്നത് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അത്ര ആകുലരല്ല, മറിച്ച് അവർ അവരവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. ഓർക്കുക, ദരിദ്ര വിധവയുടെ വില കുറഞ്ഞ ചെമ്പുതുട്ടിന് അത് കണ്ടുനിന്ന ജനം തുള്ളി വില നൽകിയില്ലെങ്കിലും ഹൃദയങ്ങൾ അറിയുന്ന ദൈവം അതിന് പൊന്നും വില നൽകി. അതിന്നും പ്രഘോഷിക്കപ്പെടുന്നു. മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്ന് കരുതാതെ ദൈവം എന്ത് ചിന്തിക്കുമെന്ന് നോക്കി ധൈര്യമായി നന്മകൾ ചെയ്യാൻ നമുക്കാകട്ടെ.